ഇത് ക്ലിയർ ആവുമെന്ന് വിചാരിക്കണു. ഇപ്പോൾ എ എന്നുള്ളൊരു മെട്രിക്സ് ആണ്. 2 4 5 6 എന്ന് പറഞ്ഞിട്ടൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ഇപ്പോൾ പ്രോഗ്രാമിൽ നമ്മളതിനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ സാധാരണ മെട്രിക്സ് ഫോം പ്രോഗ്രാമിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ആദ്യം അതിൻ്റെ റോ എഴുതും, 2, 4 എന്ന് പറഞ്ഞ് എഴുതും. അത് കഴിഞ്ഞ് കോമ ഇട്ടിട്ട് അടുത്ത റോ റെപ്രസെൻ്റ് ചെയ്യും, 5, 6 എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രോഗ്രാമിൽ റെപ്രസെൻ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ നമ്മൾ 1 ഡയമെൻഷനൽ ആകുമ്പോൾ ഒരു ഫോർ ലൂപ്പ് പറഞ്ഞു. 2 ഡയമെൻഷനൽ അറേ ആകുമ്പോൾ അതിപ്പോൾ ഇതിൻ്റെ നമ്മൾ സൈസ് പറയുമ്പോൾ A(2) എന്നാണ് ഇതിൻ്റെ സൈസ് നമ്മൾ പറയാം. ഓക്കെ, A(2) എന്ന് പറയാം. ഇത് റോയും ഇത് കോളവുമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതെങ്ങനെ പ്രോഗ്രാം ചെയ്യുമ്പോൾ റെപ്രസെൻ്റ് ചെയ്യും? I=0, I<2, I++. ഇത് നമ്മൾ റോയ്ക്ക് റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, ഇനി കോളത്തിൻ്റെ 4, J=0, J<2 കൊടുക്കാൻ കാരണം 2 ആണ് സൈസ്. 2 എന്ന് പറയുമ്പോൾ 0, 1 ഇത് രണ്ടെണ്ണേ വരുള്ളൂ. ഓക്കെ, J++. ഇത് കോളത്തിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, എന്തെങ്കിലും ക്ലിയറായി കിട്ടിയാൽ മതിയായിരുന്നു നമുക്ക്. ഓക്കെ, ഇനി നമ്മളിത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്യേണ്ടത് system.out.printlnൽ A(i)j എന്നുള്ളതാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ പോകുന്നത്. A(i)j വാല്യൂസാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക വെച്ചെങ്കിൽ ഇത് 0th കോളം ഫസ്റ്റ് കോളം, ഇത് 0th റോ ഫസ്റ്റ് കോളം. അപ്പോൾ ഇവിടെ ഐയുടെ വാല്യൂ സ്റ്റാർട്ടിങ് എത്രയാണ്? 0 ആണ്. അപ്പോൾ 0 2നേക്കാളും ചെറുതായതുകൊണ്ട് നെക്സ്റ്റ് ഇന്നർ ലൂപ്പായ ഇതിലേക്ക് വന്നു. ഇതിൽ ജെയുടെ വാല്യൂ എത്രയാണ്? 0 ആണ്. അപ്പോൾ ഇതും കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ നമുക്കിവിടെ വരുമ്പോൾ ഫസ്റ്റത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് A(0) ആയിരിക്കും. ഐയും ജെയും 0 ആണ്. അപ്പോൾ A(0) എന്നുള്ളതാണ് ഫസ്റ്റ് ലെവൽ വരിക. അപ്പോൾ A(0) എന്ന് പറയുമ്പോൾ 0th റോ, ഇത് 0th റോ ആണ്, ഇത് ഫസ്റ്റ് റോ ആണ്. ഓക്കെ, അല്ല ഇത് 0th കോളമാണ്, ഇത് ഫസ്റ്റ് കോളമാണ്, ഇത് 0th കോളമാണ്, ഫസ്റ്റ് കോളമാണ്, ഇത് 0th റോയും ഇത് ഫസ്റ്റ് റോയുമാണ്. ഓക്കെ, നിങ്ങൾ മെട്രിക്സ് നോക്കിയാൽ മതി. ഇതിൽ നോക്കുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ടെങ്കിൽ മെട്രിക്സ് നോക്കുക. അപ്പോൾ 0th റോ 0th കോളം, അപ്പോൾ 0th റോ എന്ന് പറയുന്നത് ഇതാണ്, 0th കോളം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അതിൽ 0th റോയിൽ 0th കോളത്തിലെ എലമെൻ്റ് എന്ന് പറയുമ്പോൾ 2 അല്ലേ? അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ ആദ്യം 2 ആണ് വരിക. നമുക്ക് സ്ക്രീനിൽ മൊത്തത്തിലുള്ള ഔട്ട്പുട്ടാണ് കാണിക്കുക, പക്ഷേ ഇങ്ങനെയാണത് വർക്കിംഗ് നടക്കുന്നത്. അത് കഴിഞ്ഞാൽ വീണ്ടും ലൂപ്പ് ഇങ്ങോട്ട് പോകും. അപ്പോൾ ഐയുടെ വാല്യൂ ഇപ്പോൾ 0ന്ന് 1 ഇൻക്രിമെൻ്റ് ആവും. ഓക്കെ, ഐയുടെ ഇന്നർ ലൂപ്പ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിന് ശേഷമേ പിന്നെ ഔട്ടർ ലൂപ്പിലേക്ക് പോവുള്ളൂ. മനസ്സിലായോ? ഇന്നർ ലൂപ്പ് ആദ്യം കംപ്ലീറ്റ് ചെയ്യണം, എന്നിട്ട് ഔട്ടർ ലൂപ്പിലേക്ക് പോവുള്ളൂ, അല്ലാണ്ട് നേരിട്ട് പോവില്ല. അപ്പോൾ ഇപ്പോൾ ഐയുടെ വാല്യൂ എന്തായിരിക്കും? 0 തന്നെ ആയിട്ട് നിൽക്കും. ജെ മാത്രം ഇൻക്രിമെൻറ്റ് ചെയ്യും. J1 ആയിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്. J++ പറയുമ്പോൾ 1 ഇൻക്രിമെൻ്റ് ആവുമല്ലോ. അപ്പോൾ ഇതിവിടെ വരുമ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ ജെയുടെ വാല്യൂ മാത്രം 1 ആവും. അപ്പോൾ 0th റോ ഫസ്റ്റ് കോളം, അപ്പോൾ 0th റോ ഫസ്റ്റ് കോളം, അപ്പോൾ ഏത് എലമെൻറ്റ് വരിക? 4. അപ്പോൾ അത് 4 ആണ്. അങ്ങനെയാണ് 4 പ്രിൻ്റ് ആവുന്നത്. ഇനി വീണ്ടും ജെ ഇൻക്രിമെൻ്റ് ആയേക്കുമ്പോൾ 2 ആണ്. അപ്പോൾ <2 കണ്ടീഷൻ ഫാൾസ് ആകുമ്പോൾ ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് എവിടേക്ക് വരും? ഔട്ടർ ലൂപ്പിലേക്ക് വരും. ഔട്ടർ ലൂപ്പിൽ ഇപ്പോൾ ഐയുടെ വാല്യൂ എന്താ നിൽക്കുന്നത്? 0 ആണ്. 0ന്ന് ഐ ഒരു ഇൻക്രിമെൻ്റ് നടത്തും. കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് വീണ്ടും ഇന്നർ ലൂപ്പിലേക്ക് വരും സെക്കൻഡ് ടൈമിൽ വരുമ്പോൾ ജെ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? വീണ്ടും 0ന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ A1ഉം ജെ എന്തായിരിക്കും? 0യും ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ലൂപ്പിംഗ് വർക്ക് ആവുന്നത്. അപ്പോൾ 1 0 പറയുമ്പോൾ ഫസ്റ്റ് റോ 0th കോളം, ഫസ്റ്റ് റോ പറയുന്നത് ഏതാണ്? 5 ആണ്. ഓക്കെ, ഫസ്റ്റ് റോ 0th കോളം എന്ന് പറയുമ്പോൾ ഏതാണ്? 5 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പ്രിൻ്റ് ആവും? 5. ഓക്കെ, ഇങ്ങനെയാണ് വരിക. ഇനി ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ A1ഉം J1ഉം ആവുമ്പോൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എന്ന് പറയുമ്പോൾ 6.
ഓക്കെ. ഇനി ജെയുടെ കണ്ടീഷൻ ഫാൾസായി എക്സിറ്റ് ചെയ്തു, ഔട്ടർ ലൂപ്പിലേക്ക് വന്നു, ഐ ഇൻക്രിമെൻറ്റ് ചെയ്തു. ഐ ഇപ്പോൾ എത്രയോ 1 ആണ്. ഐ ഇൻക്രിമെൻറ്റ് ചെയ്തു 1 ആയി, 2 ആയി. 2 ലെസ് ദാൻ 2 ആകുമ്പോൾ കണ്ടീഷൻ ഫാൾസ് ആയില്ലേ? അപ്പോൾ ഈ മൊത്തം ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി. അങ്ങനെയാണ് നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീനിൽ ഈ മെട്രിക്സിനെ ഡിസ്പ്ലേ തരുന്നത്. ഇങ്ങനെയാണ് പ്രോസസ്സ് നടക്കുന്നത്. പക്ഷെ നമുക്ക് ഒറ്റയടിക്ക് 2 4 5 6 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്ലാഷ് എന്നൊക്കെ കൊടുത്ത് കാണിക്കുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഔട്ട്പുട്ട് ഇങ്ങനെ കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് ഒരു 2 ഡയമെൻഷൻ അറേയുടെ പ്രോസസ്സ് നടക്കുക. ഇനി ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ.